ചേച്ചി എന്ന് പറഞ്ഞു കൊടുത്തോളൂ. പലർക്കും അറിയില്ല പേര്. എന്റെ പേര് അറിയില്ല ആർക്കും. കേൾക്കട്ടെ. ഈ മോൻ അറിയില്ല, കാരണം വിളിച്ചത് സ്പിനു രാജു എന്നാ. രാജു. അപ്പൊ ഞാൻ പറഞ്ഞു ആരെ മാറ്റി പറഞ്ഞാലും എന്റെ ഭർത്താവിനെ മാറ്റി പറയുന്നു സാധിച്ചിട്ടുണ്ട്. അത് 2002 മീശമാധവനിലെ ഒരുപാട് സിനിമകളുടെ ഭാഗമാവാനായിട്ട്, ദിലീപേന്റെ കൂടെ ഭാഗമാവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇപ്പൊ തങ്കമണി വരെ എത്തി നിൽക്കുകയാണ്. എങ്ങനെയാണ് അവിടെ ദിലീപേന്റെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ ഉള്ള എക്സ്പീരിയൻസ് എന്നൊന്നും പറഞ്ഞുതരാം. ദിലീപിനെ സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ മോനെ പോലെ തന്നെയാണ്. കാരണം ഒരുപാട് പടത്തിൽ അമ്മയായിട്ടും അമ്മായിയമ്മയായിട്ടും ഒക്കെ അഭിനയിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പം അത് ആ പടങ്ങളെല്ലാം ജനങ്ങൾ 2 കൈ നീട്ടി സ്വീകരിച്ചിട്ടുമുണ്ട്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പോഴും ഈ പടത്തിലും തങ്കമണി എന്ന പടത്തിലും എനിക്ക് ഒരു നല്ലൊരു കഥാപാത്രം ചെയ്യാൻ സാധിച്ചു. ഇതിന് അവസരം തന്ന ഡയറക്ടറോടും അതുപോലെ പ്രൊഡ്യൂസേഴ്സിനോടും സുഹൃത്തിനോടും എല്ലാം ഒരുപാട് നന്ദിയുണ്ട്. തീർച്ചയായും ഇപ്പം ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ സാധിക്കുന്നത് നിങ്ങളെ പോലെയുള്ള പ്രേക്ഷകർ തരുന്ന സപ്പോർട്ടും സ്നേഹവും അനുഗ്രഹവും ഒക്കെയാണ്. അതുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങളെ പോലെയുള്ള കലാകാരന്മാർക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. തീർച്ചയായും തങ്കമണി എന്ന സിനിമയിലും നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെ ഉണ്ടാകുന്ന എനിക്ക് ഉറപ്പായി വിശ്വാസമുണ്ട്. സത്യമല്ലേ? എല്ലാവരും വരട്ടെ, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവില്ലേ? ഉറപ്പായിട്ടും. ഇതാണ് ഞങ്ങളുടെ ശക്തി. ഇത് മാത്രമാണ് ഞങ്ങൾക്ക് പ്രതീക്ഷ. ഈ ഒരു സിനിമ റിയൽ ലൈഫിൽ ഇൻസ്പയർ ആയി എടുത്തതാണ്. ആൻഡ് അങ്ങനത്തെ കുറെ ഇവന്റ്സിലൂടെയാണ് ഈ സിനിമയും കഥ പറഞ്ഞു പോകുന്നത്. സോ അതിൻ്റെ ഒരു ഭാഗമാവുന്നു, അല്ലെങ്കിൽ നിങ്ങൾ തുടർന്ന് തന്നെ ഈ ഒരു സിനിമയിലേക്ക് കയറാം. അതിൻ്റെ ഏറ്റവും വലിയ നിങ്ങൾക്ക് മൈൻഡിൽ ഇത് നല്ലതാണ്, ഇതിൽ ഞാൻ വേണം, അങ്ങനെ തോന്നാനുണ്ടായ ആ ഒരു എന്താ പറയുക, എന്തായിരുന്നു അതിൻ്റെ ബാക്കിലുള്ളൊരു ഇൻസ്പിറേഷൻ? നമസ്കാരം കാലിക്കറ്റ്. താങ്ക് യു. സുഖാന്ന് വിചാരിക്കണം എല്ലാവർക്കും. ഒരുപാട് സന്തോഷം മലബാറിലേക്ക് തിരിച്ചു വരാൻ ഇടയ്ക്കിടയ്ക്ക് സാധിക്കുന്നുണ്ട്. ഇത്തവണ അത് തങ്കമണിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓൾറെഡി എല്ലാവരും പറഞ്ഞായിരുന്നു എത്തരത്തിലുള്ള ഒരു ഫിലിമാണ് തങ്കമണി എന്നുള്ളത്. 80s നടന്ന ഒരു റിയൽ സ്റ്റോറിയാണ്. അപ്പൊ ചോദിച്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് കണ്ടന്റ്സ് ഉണ്ട് എന്തുകൊണ്ട് ഈ മൂവി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ കുറച്ച് നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുകയായിരുന്നു എനിക്ക് നല്ലൊരു സ്ക്രീൻ സ്പേസ് അല്ലെങ്കിൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ ചെയ്യണം എന്നുള്ളത് കുറച്ച് കാലമായിട്ട് ഉള്ളിലുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു മൂവി ടൈറ്റിൽ ഇല്ലാതെ D148 എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ദിലീപേട്ടനാണെന്ന് അറിയാം. അപ്പോൾ നമ്മൾക്ക് എനിക്ക് തോന്നുന്നു ഞങ്ങൾ അഭിനയിക്കുന്ന ആൾക്കാർ മാത്രമല്ല, ഒരുപക്ഷെ ദിലീപേട്ടന്റെ ഫിലിംസ്, ദിലീപേട്ടൻ എന്ന് പറയുന്നത് നമ്മളുടെ ഓരോ ഏജിലും നമ്മളൊപ്പം കൊണ്ടുവന്നിട്ടുള്ള ഒരാളാണ്. അപ്പോ എനിക്ക് പേഴ്സണലി ഒരുപാട് ആഗ്രഹമായിരുന്നു ദിലീപേട്ടന്റെ മൂവിയിലൊന്ന് ചെയ്യാന്നുള്ളത്. അത് ഇതിലൂടെ സാധിച്ചു. പിന്നെ രതീഷ് ഏട്ടൻ നമുക്ക് എല്ലാവർക്കും അറിയാം, ഉടൽ എന്ന് പറഞ്ഞ സിനിമ ചെയ്തിട്ടുള്ള ആളാണ്. അത് ഇറ്റ് വാസ് റിയലി ക്രൂഷ്യൽ. അപ്പോ ഇതെങ്ങനെ എത്തരത്തിലുള്ള ഒരു മൂവി ആയിരിക്കും എന്ന് ഞാൻ ജസ്റ്റ് എക്സ്പെക്ട് ചെയ്തു. ബട്ട് എന്താ പറയാ, എല്ലാം കൂടെ അടങ്ങിയ ഒരു ഫിലിം തന്നെയാണ്. ഫാമിലി എന്റർടൈനർ ആണ്. കോമഡിക്ക് കോമഡി ഉണ്ട്, സീരിയസ്നെസ്സിന് സീരിയസ് ഉണ്ട്, ഫൈറ്റിന് ഫൈറ്റ് ഉണ്ട്, എല്ലാം ഉള്ള ഒരു ഫിലിമാണ്. അപ്പോൾ എനിക്ക് പേഴ്സണലി ഈ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഈ ഒരു മൂവി മിസ് ചെയ്യണം എന്നെനിക്ക് തീരെ ആലോചിക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. പ്ലസ് നമ്മളുടെ പ്രൊഡ്യൂസർ സുജിത് ഏട്ടനും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിവരെ മൂന്നുപേരോടും പറഞ്ഞു എനിക്ക് ഈ ഒരു ക്യാരക്ടർ ചെയ്യണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അപ്പോൾ എനിക്കത് സ്യൂട്ട് ആവുമെങ്കിൽ പ്ലീസ് കൺസിഡർ എന്ന് പറഞ്ഞിരുന്നു ഞാൻ. അപ്പോൾ അവർ ആ ഒരു എന്താ പറയുക മൊമെന്റ് എനിക്ക് തന്നു. അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ആൻഡ് ആ ഒരു ക്യാരക്ടർ എനിക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. അതിൽ രതീഷേട്ടനും ദിലീപേട്ടനും നീത ചേച്ചിയും ഇതിൽ എല്ലാവരും ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. അംബിക ആൻറ്റിയും എല്ലാവരും ഒപ്പം തന്നെയായിരുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയതിൽ തങ്കമണിയിൽ. അപ്പോൾ വിതൗട്ട് മച്ച് ഡിലേ March 7th തങ്കമണി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. ഇരു കൈയിൽ നീട്ടി സ്വീകരിക്കുന്നു വിശ്വസിക്കുന്നു, ഇല്ലേ? തീർച്ചയായിട്ടും കാരണം അഭിപ്രായം പറയുക. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇനിയിപ്പം രമ്യ ഈ ഒരു തങ്കമണിയിലേക്ക് എത്തി. ഈ പറഞ്ഞ പോലെ ഷൂട്ടിംഗ് ഡേയ്സ് അതെല്ലാം കഴിഞ്ഞു, പാക്കപ്പ് ആയി, അതിനുശേഷം ഡേറ്റ് ഡിക്ലെയർ ചെയ്യുന്നു. ഇനിയിപ്പം ഇനി വിരലിലുണ്ടാവുന്ന ദിവസങ്ങളെ സിനിമ റിലീസ് ആവാൻ എന്താണ് മനസ്സിൽ ശരിക്കും തോന്നുന്നത്? ആൻഡ് ആ ഒരു സിനിമയെ പറ്റി പറയുമ്പോൾ അവിടുത്തെ ഏതെങ്കിലും ഒരു എക്സ്പീരിയൻസ്, നല്ല എപ്പോഴും ഓർത്ത് വെക്കാൻ പറ്റിയ ഒരു എക്സ്പീരിയൻസ് നമ്മളായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുമോ? നമസ്കാരം കാലിക്കറ്റ്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ്. കാരണം ഭയങ്കര സൽക്കാര പ്രിയരാണ്.
നമ്മുടെ കാലിക്കറ്റിലുള്ളവര്. അതെനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഡയറ്റ് പോകുന്നത് എവിടെയാന്ന് വെച്ചാൽ കാലിക്കറ്റ് വരുമ്പോഴാണ്. കാരണം ഞാൻ ഇങ്ങോട്ട് വരുന്നെന്ന് അറിഞ്ഞപ്പോൾ തന്നെ കുറേ ഫ്രണ്ട്സ് വിളിക്കുക, വീട്ടിൽ വരുന്ന കഴിക്കണം. അത് ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ്. സോ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ ദിലീപേട്ടൻ്റെ കൂടി രണ്ടാമത്തെ സിനിമയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. സോ അതിനൊരു വലിയ അവസരം നൽകിയ നമ്മുടെ ഡയറക്ടർ ദിനേശ് ചേട്ടനാണ്. അതുപോലെ നമ്മുടെ പ്രൊഡ്യൂസർ സുജിത്ത് ചേട്ടൻ, അങ്ങനെ ഒരുപാട് പേരുടെ ഇതൊരു സപ്പോർട്ട് കൊണ്ടാണ് എനിക്കിവിടെ എത്താൻ സാധിച്ചത്. ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപേട്ടനായിട്ടുള്ള കുറേ കോമ്പിനേഷൻ സീനുണ്ട്. അതെനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. നിങ്ങളുടെ സിനിമ കാണുമ്പോഴത്തേക്ക് ഞാനിപ്പോൾ എന്താ പറഞ്ഞതെന്നുള്ളത് മനസ്സിലാവും. ഹായ്, ഒരുപാട് നേരമായിട്ട് ഒരുപാട് സന്തോഷം. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളെ ഇവിടെ വരെ എത്തിക്കുന്നത്. നിങ്ങളെപ്പോലെ തന്നെ ഓരോ പ്രാവശ്യവും ഡേറ്റ് മാറുമ്പോൾ ഞാനും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, എപ്പോഴാ തങ്കമണി റിലീസാവുന്നത്. ഇപ്പോഴത്തെ ലാസ്റ്റ് മാർച്ച് 7 റിലീസാവുകയാണ്. എന്നിട്ട് ഈ ഒരു സപ്പോർട്ടും ബ്ലെസ്സിങ്ങും നമ്മുടെ തങ്കമണിക്ക് ഉണ്ടാവണം. കണ്ടിട്ട് എല്ലാവരും അഭിപ്രായം പറയണം. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. ഒരു നല്ലൊരു കൈയ്യടി കാണാം കേട്ടോ. സക്സസ് സെലിബ്രേഷൻ നമുക്ക് കാണാം. താങ്ക് യു. കെട്ടിയോളാണെന്റെ മാലാഖം എന്ന സിനിമ കണ്ടുള്ള ആരും ഈ ചേച്ചിയെ മറക്കില്ല അല്ലെ. ഞാൻ പേര് നേരത്തെ ചെറുതായി തെറ്റിച്ചുപോയി. പേരല്ല, ഈ കഥാപാത്രവും മുഖ നമ്മുടെ മനസ്സിലുള്ള ചേച്ചിയുടെ ആദ്യത്തെ നമ്മൾ ശ്രദ്ധിക്കുന്ന സിനിമ കെട്ടിയോളാണെന്റെ മാലാഖ എന്ന സിനിമയാണ്. ആ സിനിമയ്ക്കും തങ്കമണിക്കും 2 കണക്ഷനുണ്ട്. ചേച്ചിക്ക് അത് കിട്ടുന്നുണ്ടോ? 2 കണക്ഷനാണുള്ളത്. 2 കണക്ഷനുണ്ട് തങ്കമണിക്കും കെട്ടിയോളാണെന്റെ മാലാഖയ്ക്കും. 2 തരം കണക്ഷനുണ്ട്. ചേച്ചിയുടെ ലൊക്കേഷൻ ഇടുക്കിയായിരുന്നില്ലേ? അതും കെട്ടിയോളാണെന്റെ മാലാഖ തൊടുപുഴയായിരുന്നില്ലേ? ഈരാറ്റുപുഴ ഇടുക്കി ജില്ലയുടെ പരിധിയിൽ വരുന്നതല്ലേ. പിന്നെ ഈ സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ ആയിരുന്നു. ആ സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ കെട്ടിയോളാണെന്റെ മാലാഖയുടെ തങ്കമണിയുടെ വില്യം ഫ്രാൻസിസ് അല്ലെ. ഈ സിനിമയുടെ നമ്മുടെ തങ്കമണി സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ തന്നെ ആയിരുന്നില്ലേ? കെട്ടിയോളാണെന്റെ മാലാഖ എന്ന സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ ആയിരുന്നു വില്യം ഫ്രാൻസിസ്. അദ്ദേഹം വില്യം ഫ്രാൻസിസ് എന്ന മ്യൂസിക് ഡയറക്ടർ അവതരിക്കുന്നത് കെട്ടിയോളാണെന്റെ മാലാഖ സിനിമയിലൂടെ. അതിപ്പോ തങ്കമണിയിൽ വന്നിരിക്കുകയാണ്. പേര് ചേച്ചിയുടെ പേര് തെറ്റാണ്. ചേച്ചി എന്ന് പറഞ്ഞു കൊടുത്തോളൂ. പലർക്കും അറിയില്ല പേര്. എന്റെ പേര് അറിയില്ല ആർക്കും. കേൾക്കട്ടെ. ഈ മോൻ അറിയില്ല, കാരണം വിളിച്ചത് സ്മിനു രാജു എന്നാ. രാജു. അപ്പൊ ഞാൻ പറഞ്ഞു ആരെ മാറ്റി പറഞ്ഞാലും എന്റെ ഭർത്താവിനെ മാറ്റി പറയുന്നു. ഇപ്പൊ പറഞ്ഞു തിരുത്തിയതാ. സ്മിനു സിജോ എന്നാണ് എന്റെ പേര്. സ്മിനു സിജോ. ഇഷ്ടപ്പെട്ട ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. തങ്കമണിയെ കുറിച്ച്, തങ്കമണിയിലെ കഥാപാത്രത്തെ കുറിച്ച്. തങ്കമണി ദിലീപേട്ടൻ വന്നപ്പം നിങ്ങൾ കൊടുത്ത ആ സ്നേഹവും ദിലീപേട്ടൻ നിങ്ങൾക്ക് തിരിച്ചെന്ന സ്നേഹം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഈ കോഴിക്കോടുകാർ തന്നെ ഈ സിനിമ കുറ്റയാക്കി തരുമെന്ന്. ഉറപ്പല്ലേ? എന്റെ വിശ്വാസം തെറ്റിക്കില്ലല്ലോ. ഒരുപാട് സന്തോഷമുണ്ട്. ദിലീപേട്ടൻ്റെ കൂടെ എൻ്റെ 2ാമത്തെ സിനിമയാണ് വോയിസ് ഓഫ് സത്യനാഥിൽ ദിലീപേട്ടൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റി. ഇപ്പോൾ തങ്കമണിയിൽ ദിലീപേട്ടൻ്റെ സിനിമകൾ ഒരു പ്രാവശ്യമല്ല 2 പ്രാവശ്യമല്ല, ഞാൻ മാത്രമല്ല നിങ്ങളെല്ലാവരും കണ്ട് ഒരുപാട് വീണ്ടും റിപ്പീറ്റ് കാണുന്ന സിനിമകളുടെ എണ്ണം നമ്മൾ നോക്കിയാൽ അത് ദിലീപേട്ടൻ്റെ ആയിരിക്കും. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ദിലീപേട്ടനെ നേരി കാണാൻ പറ്റുമെന്ന് പോലും. അപ്പം ഒരുപാട് പ്രാവശ്യം കാണാൻ പറ്റുന്നു, സിനിമകളിൽ അഭിനയിക്കാൻ പറ്റുന്നു. ദിലീപേട്ട താങ്ക് യു. എല്ലാവരും കൂടെ ഉണ്ടാവണം. നമ്മുടെ ദിലീപേട്ടൻ്റെ സിനിമ, നമ്മുടെ സിനിമ വിജയിപ്പിക്കണം. രതീഷ്, ഇങ്ങനെ എനിക്കൊരു അവസരം തന്നതിന് ഒരുപാട് നന്ദി.